ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി ഫീല്. ഹലോ ഹായ് നമസ്കാരം, വെങ്കിയാണ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഞാൻ എൻ്റെ വ്ളോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അളിയനുണ്ട്, കസിനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇത് എൻ്റെ വെച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. ഇത് എൻ്റെ അമ്പലം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുൾ മെസ്സായിട്ട് കിടക്കുവാണ്. വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഫുൾ ഗലീജായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ അങ്കണം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ അവിടെ ഇതിന് അങ്കണം, ഇത് നമ്മുടെ പഴയ തറവാടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നിങ്ങളുടെ അവിടെ എന്ത് പറയുന്നത് എനിക്കറിയാം. നമ്മളവിടെ അങ്കണം എന്ന് പറയും. അപ്പോൾ ഇതുവഴി മഴ പെയ്യുന്ന സമയത്ത് ഇതുവഴി വെള്ളം ഇവിടെ വീണ് ഇങ്ങനെ നിറയും. സംഭവം വെള്ളം പോകാനായിട്ട് ഇവിടെ ചെറിയൊരു വഴിയുണ്ട്, ഇതുവഴി അങ്ങ് പോകും. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ അടച്ചിട്ട് നമ്മളിവിടെ വെള്ളം കെട്ടി നിർത്തുകയാണ്. അതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ ഫുൾ വൃത്തിയാക്കി മടുത്ത് ഇനി അനിയൻ വൃത്തിയാക്കാൻ കയറി. ഒരുപാട് വർഷമായിട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട്. അതാണ് ഇത്ര ഭയങ്കര ഇതായിട്ട് മെസ്സായിട്ട് കിടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പണ്ടത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് വർഷമായിട്ടുള്ള തറവാടാണിത്. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടാവും. എന്തായാലും പ്രശ്നമില്ലല്ലോ, ഒന്നൊരു പ്രശ്നമില്ല. അത് കാര്യം. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്, ഹോസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ കഴുകണം. അപ്പം അതിൻ്റെ കൂടെ ശ്രീകുട്ടനുണ്ട്. ഇത് ആർത്തുകൊണ്ട് കൊടുത്തരാം. ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ആ ഹോളും ഒന്ന് അടച്ചതിന് ശേഷം വെള്ളം നമുക്ക് നിറച്ചിടാം. അപ്പോൾ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അതിനിപ്പോൾ ബക്കറ്റിൽ കോരി കളയണം. കോരി കഴുകിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അടയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഓട്ടോമാറ്റിക് അടഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കോരി കളയണത്. ഐ തിങ്ക് കുറച്ചുകൂടെ വെള്ളം വേണം. കഴിക്കാം. ഐ മീൻ ജസ്റ്റ് ഒന്ന് കഴുകി ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോറ കിട്ടാം. യെസ് യെസ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി ഫുൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഫുൾ വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം പിടിച്ചിടണം. അതാണ് അടുത്ത ടാസ്ക്. എനിക്ക് തോന്നണം, ഞാൻ വിചാരിച്ചു ഈ സാമാനം ഇതിനകത്തിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ചാൽ പോലും വെള്ളം പോകുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അടച്ചു വെച്ചാൽ ഓക്കെ. തെറ്റ് തുടങ്ങാലോ. ണ്ട് ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. കാരണം ഓൾറെഡി എന്തൊക്കെയോ കയറി അടഞ്ഞിരിപ്പുണ്ട്. വേറെ ഒന്നും വെച്ച് അടയ്ക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനങ്ങ് വെള്ളത്തിനെ തുറന്ന് പറഞ്ഞല്ലോ. കാരണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഇങ്ങോട്ടും അത്രയും വെള്ളം അങ്ങ് ഇറങ്ങും. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ടെമ്പററി ആയിട്ട് എങ്ങനെയെങ്കിലും പേപ്പർ വെച്ചിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചു. തുറന്ന് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിറഞ്ഞാൽ മതി. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാം. നിറയട്ടായിരുന്നു. ഹരി, ഇതിനെ പറ്റി നിനക്ക് എന്താണ് പറയാം? ഇതിനെ പറ്റി എന്തിനു പറയാം? പറയാനൊന്നുമില്ലല്ലേ. നിറഞ്ഞോണ്ടിരിക്കുക തടിയൊക്കെ ആയി. അപ്പൊ നമ്മള് പകുതിയോളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട് നിറയ്ക്കാനായിട്ട്. അപ്പൊ ബാക്കി ഫുള്ളായിട്ട് ബാക്കി കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാട്ടോ, നല്ല രസമുണ്ട്, അടിപൊളി. കൊച്ചു പിള്ളേർക്ക് അടിപൊളിയായിട്ട് നീന്താം. സർവൻസ് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരൂ. ഫോണിൽ തുറിക്കാം. ഇതാണ് എൻ്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂൾ. നമുക്കിത് വെള്ളം നിറച്ചിട്ട് കുളിക്കാം, പൊങ്ങാം.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതുപോലത്തെ ഉള്ള നല്ല വെറൈറ്റി കണ്ടന്റായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ. ഞാന് ഈ കോലത്തെ റിച്ച് നീ തലയിൽ നീ തലച്ച ഉണ്ടാവില്ല കല്യാണം എന്തേ